ഗായ്സ്, അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സൂര്യനൊക്കെ പുറവി അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും അറിയില്ല ഇതെങ്ങനെ എടുക്കേണ്ടത്, എന്തോ കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഹോപ്പ് ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് ഞാൻ പ്രതീക്ഷിക്കും. എൻ്റെ പ്രതീക്ഷ എനിക്ക് തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. അപ്പം ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വ്ലോഗാണിത്. വ്ലോഗെന്നല്ല, എനിക്ക് അറിയാവുന്നൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തൊക്കെയുള്ള പിമ്പിൾസ് സംഭവങ്ങളൊക്കെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഫേസുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞു ഹോം റെമഡി ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേസിൽ ഈയിടെയായിട്ട് കുറച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് ഞാൻ കുറച്ച് ക്രീംസ് സംഭവങ്ങളൊക്കെ ഇപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആയിട്ട് ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഭയങ്കര പ്രോബ്ലം ആണ് ആക്ച്വലി അതെന്ന് വെച്ചാൽ. ബിക്കോസ് നമ്മുടെ മുഖത്ത് കുറച്ച് പിമ്പിൾസ് വരുമ്പോൾ തന്നെ നമുക്കൊരു അസ്വസ്ഥത. കാരണം നമുക്ക് അതൊന്നും ഇല്ലാഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം വരുമ്പോൾ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറ എങ്ങനെ പിടിക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. ഇങ്ങനെ പിടിക്കാൻ കൈ അടയ്ക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പം അപ്പം ഇന്ന് ഞാനൊരു കുട്ടി ഹോം റെമഡി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഫേസിൽ നമുക്ക് ഹോമിൽ തന്നെ ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം, ഒരു മെഡിസിൻ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു റെമഡിയാണ് ആക്ച്വലി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പലയും മഞ്ഞളുമാണ്. മഞ്ഞൾ എന്ന് പറയുന്നത് സാധാ മഞ്ഞളിനെക്കാട്ടിയും കുറച്ചുകൂടെ എപ്പോഴും എഫക്റ്റീവ് ആവുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെ ആയിരിക്കില്ല. അത് എല്ലാവർക്കും ഒബ്വിയസ് ആയിട്ട് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ കസ്തൂരി മഞ്ഞൾ എടുത്താൽ മതി. കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഒന്നുമില്ല. ബിക്കോസ് ഞാനും ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പം കസ്തൂരി മഞ്ഞളായിരിക്കാം കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതാണ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ള ഭയങ്കര എഫക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം നമുക്ക് അത് വെച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ മഞ്ഞളും കസ്തൂരി മഞ്ഞളും വേപ്പും വെച്ചിട്ട് നമുക്ക് ഓരോ ചെറിയ കുട്ടി ഹോം റെമഡി ചെയ്ത് നോക്കാം. ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ ബി ഗുഡ് ഓർ ബാഡ്. ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈം അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു 3 to 4 days അത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ചേഞ്ചസ് നമ്മുടെ ഫേസിൽ നിങ്ങൾക്ക് തന്നെ തോന്നും. നമുക്കതൊന്ന് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എന്തായാലും അതിന് സൈഡ് എഫക്ട്സ് ഒരിക്കലും വരാൻ സാധ്യതയില്ല. ബിക്കോസ് അതെല്ലാം നമ്മുടെ ഹോംലി പ്രൊഡക്ട്സ് തന്നെയല്ലേ. നമ്മളൊന്നും ആർട്ടിഫിഷ്യലി ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. അപ്പം എല്ലാം ഹോംലി തന്നെ ഉണ്ടാകുന്ന സാധനങ്ങളാകുമ്പോൾ ഇറ്റ് വിൽ ബി ഗുഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ ചേച്ചിയാണ് ഉണ്ടാക്കി തരുന്നത്. പുള്ളിക്കാരിവിടെ എന്ത് ചെയ്യാനുള്ളതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളെടുത്തത് വേപ്പിൻ്റെ 3-4 ഇല, അതാണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. പിന്നെ നമ്മൾ എടുത്തത് കസ്തൂരി മഞ്ഞൾ. ഇത് കസ്തൂരി മഞ്ഞളാണ് ഗൈസ്. അപ്പം ഇത് ഇത് നമ്മൾ ചതയ്ക്കും. ഇതാണ്ടേ ഇതും ഇതാകൊണ്ടല്ല, ഇത് വെച്ച് നമ്മൾ ചതയ്ക്കും ഗൈസ്. അങ്ങനെ ചതച്ചിട്ട് നമ്മുടെ മുഖത്ത്, അതാണ് ഇന്നത്തെ കണ്ടന്റ്. ഞാൻ കാണിച്ചു ഇടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ തേച്ചാൽ മാറുമെന്ന്. ഓഫ് കോഴ്സ് മാറും. ഇത് ഹോം റെമഡീസ് അല്ലേ, ഇതൊക്കെ മാറേണ്ടതല്ലേ. നിങ്ങൾക്ക് കഴിഞ്ഞു. ചതച്ചോളൂ. ഇതിലേക്ക് ഇതൊക്കെ എടുത്തിട്ട് ഇതെന്ത് വലിയ ഇലയൊക്കെ എന്റെ മുഖത്ത് ചെയ്യുന്നത്. എടോ, താൻ എല്ലായിടത്തും തേക്കണ്ട, കുരുപ്പുള്ളിടത്ത് മാത്രം തേച്ചാലും മതി. എന്താ ഇവിടെ പറഞ്ഞു ഗൈസ്, മതിയാണ് ഗൈസ്. ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. ഇങ്ങനെ വലിഞ്ഞും ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല എരിയുന്നുണ്ട്. കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ടായിരിക്കും ഇത്ര എരിച്ചില്ല. പക്ഷെ നമ്മൾ സാധാ മഞ്ഞൾ എടുക്കുവാണെങ്കിൽ കസ്തൂരി മഞ്ഞളിന്റെ അത്രയും ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം ഇതാണ് ഗായ്സ് എൻ്റെ മുഖം കഴുകിയതിന് ശേഷമുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഫിൽറ്ററുള്ള വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഫിൽറ്റർ ഇല്ലാത്ത വീഡിയോ ആണ്. അപ്പം ഇതാണ് എൻ്റെ മുഖം കഴുകിയതിന് ശേഷമുള്ള ലുക്ക്. എനിക്ക് തോന്നുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും ഇപ്പോഴറിയത്തില്ല. നമ്മൾ 2-3 ദിവസം ഈ പ്രോസസ്സ്
കണ്ടിന്യൂസ്ലി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവരും ഈ വേപ്പും മഞ്ഞളും ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡി ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന്. ഐ ഹോപ്പ് യു ലൈക്ക് മൈ ഫസ്റ്റ് വീഡിയോ. ഓക്കെ, അപ്പം ഞാൻ പോവുകയാണ് ഗൈസ്. ടാറ്റ ബൈ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.